ഹലോ ഗൈസ്. സുഖല്ലേ? ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആരാടാ? അബൂബക്കർ, കിച്ചു, ഇത് ഓൻസി. അപ്പൊ എന്താണ് പരിപാടി പറയാ? കിച്ചുവിന് ഇപ്പൊ ഒരു പുതിയ പോഡ്കാസ്റ്റ് പുതിയൊരു ഐഡിയ വന്നതാട്ടോ. പുതിയൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഡ്കാസ്റ്റ്, പക്ഷെ വളരെ നോർമൽ ആൾക്കാര്. മനസ്സിലായോ? വളരെ നോർമൽ ആൾക്കാര് പോഡ്കാസ്റ്റ് ചെയ്യും. ഈ ഒരു ഐഡിയനെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം? വളരെ നോർമൽ ആൾക്കാരെ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വളരെ നോർമൽ ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഐ മീൻ വ്യൂവേഴ്സ് ടാർഗറ്റ് ഓഡിയൻസ് വളരെ നോർമൽ ആൾക്കാരായിരിക്കും. മനസ്സിലായോ? ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഓഡിയൻസ് വരിക. അപ്പൊ ഞാനിപ്പോ പോഡ്കാസ്റ്റ് ചെയ്യുന്ന എലോൺ മസ്കിനെയാണ് വിചാരിക്കും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അതിന്റെ ടാർഗറ്റ് ഓഡിയൻസ്. ഒരാളത് കാണാം. ഇപ്പോ വളരെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് പോഡ്കാസ്റ്റ് ഇറക്കുമ്പോ വളരെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരെയും കാണാം. പക്ഷെ എനിക്ക് തോന്നുന്നു വളരെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ്. വളരെ നോർമൽ ആൾക്കാരല്ലേ? അല്ല, ചിന്താഗതികൾ മാറ്റണ്ടാവും. ചിന്താഗതികൾ മാറ്റണ്ടാവും. മനസ്സിലായോ? അതായത് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ തൊപ്പി ബ്ലോഗറിനെ കുറിച്ച് അറിയില്ലേ? തൊപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അതായത് വളരെ വളരെ ചെറിയ ഐഷോ സ്പീഡിന് അറിയില്ലേ? ഐഷോ സ്പീഡിന് അറിയില്ല. ഐഷോ സ്പീഡ് ഓരോ സംഭവം ഇങ്ങനെ കാട്ടിക്കൂട്ടിക്കാണ്ട് വളരെ നോർമൽ, വളരെ കുഞ്ഞു പിള്ളേർ ആ ഒരു ടൈപ്പാണ്. അതായത് ഒരു ഇമ്മച്യൂർ പീപ്പിൾ ആണ് മെയിൻ ആയിട്ട് അവരുടെ വീഡിയോസ് കാണാം. മനസ്സിലായോ? അങ്ങനത്തെ വൈബ് ആഗ്രഹിക്കുന്ന ആൾക്കാർ. പക്ഷെ അങ്ങനത്തെ വൈബ് ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറെ പേരുണ്ട്. അതുകൊണ്ട് ചെക്കെ ക്ലിക്ക് ആയി. പിന്നെ അതുപോലെ ഈ ജോ റോഗൻ അറിയോ? ജോ റോഗൻ. ജോ റോഗന്റെ പോഡ്കാസ്റ്റുകൾ വളരെ സൂപ്പർ പോഡ്കാസ്റ്റുകളാണ്. പക്ഷെ അത് കാണുന്ന ഓഡിയൻസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മൈൻഡ് സെറ്റ് കൂടിയ ആൾക്കാരാണ് അത് വാച്ച് ചെയ്യുക. പക്ഷെ അതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും മറ്റേ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇത് എന്തുകൊണ്ടും നല്ല മികച്ച ഒരു സാധനമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നോർമൽ ഓഡിയൻസ് ആണ്. ഞാൻ പറഞ്ഞത് തന്നെ. ഞാൻ പറഞ്ഞത് ടാർഗറ്റ് ഓഡിയൻസ് ഡിഫറൻസ് ആയിരിക്കും. അതായത് നമ്മള് വലിയ വലിയ ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് കാണാം. അങ്ങനത്തെ ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ നമ്മൾ വളരെ നോർമൽ ആയിട്ടുള്ള ഫോക്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നോർമൽ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് ഇത് കാണാം. അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ. എനിക്ക് പേഴ്സണലി തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ നോർമൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന പല ആൾക്കാരും മിക്കപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരാവാൻ നല്ല സാധ്യതയുണ്ട്. ആ ഒരു തീമാണ് നമ്മൾ ഫോക്കസ് ചെയ്യണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള വളരെ നോർമൽ ആൾക്കാർക്ക് ഇത് കാണാം. അതായത് അതായത് ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളില് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവില്ല. ചിലവര് ഭയങ്കര ബോറിംഗ് സ്റ്റഫിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ സ്റ്റാർഗീസ് ചെയ്യുന്ന ആൾക്കാര്. മനസ്സിലായോ? അതവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നക്ഷത്രങ്ങൾ. അതായത് വെറുതെ നക്ഷത്രങ്ങൾ നോക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പരിപാടി തന്നെയാണ്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ നോർമൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഭവങ്ങൾ, അതായത് അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളല്ല. അബ്നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഞാൻ ഒരു കുറ്റമായിട്ട് പറയല്ല, പക്ഷേ സാധാരണ ഒരു പൊതുസമൂഹത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്ക് അബ്നോർമൽ എന്ന് പറയാലോ. അതായത് ഒരു 100% ഭ്രാന്തന്മാരുള്ള ഒരു സ്ഥലത്ത് ഒരു പുതിയ ഒരു നോർമൽ ആയിട്ടുള്ള ചങ്ങായി വരാണ്, ഓനാണ് അവിടെ അബ്നോർമൽ. മനസ്സിലായോ? അതായത് വാസ്റ്റ് മെജോറിറ്റി ആൾക്കാരിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരാൾ, അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനാണ് അബ്നോർമൽ ഉദ്ദേശിച്ചത്. അല്ലാതെ പ്രശ്നം ഉണ്ടെന്നല്ല, സ്റ്റാർഗീസിന് പ്രശ്നം ഉണ്ടെന്നല്ല, പക്ഷെ ഇറ്റ്സ് നോട്ട് എ നോർമൽ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം ഇതേപോലെ നമ്മൾ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ തുടക്കത്തിലൊക്കെ നമ്മൾ ഭയങ്കര നോർമലായിട്ടൊരു കോൺവെർസേഷൻ പറയും. പിന്നെ നമ്മൾ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പലർക്കും നല്ല നല്ല ഉത്തരങ്ങളുണ്ടാവും. അതായത് ചിലർ നോർമൽ ലൈഫ്, ചിലർക്ക് അതിന് കുറെ പഠിക്കാനുണ്ടാവും. മനസ്സിലായോ? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് നിന്റെ ലൈഫിനെ പറ്റിയ നിന്റെ ലൈഫിനെ പറ്റി. നിനക്ക് തോന്നല്ലേ ബാക്കിയുള്ളവർക്ക് പലതും ലൈഫിന് പഠിക്കാനുണ്ടാവും. നീ നിന്റെ ലൈഫിന്റെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ പറയാ? എന്താണ് എന്റെ ലൈഫിന്റെ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫിലോസഫി ഒന്നുമില്ലടാ. നമ്മള് ഒരു ഇച്ചിഗോ ഇച്ചി പറഞ്ഞ അല്ല അത് കാണിക്കാറില്ല. അതിന്റെ വേറെ ഫിലോസഫിയാണ്. ഇച്ചിഗോ ഇച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ ഉള്ള ഈ മൊമെന്റ് ഉണ്ടല്ലോ, ഇതിപ്പോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, അതായത് ഇപ്പോ ഉള്ള ഈ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഈ ടൈം പിന്നെ ഒരിക്കലും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, മാക്സിമം എൻജോയ് ചെയ്യാം. എൻജോയ് ചെയ്യാൻ ഇൻ ദ സെൻസ് നമുക്ക് ഈ അടുത്ത് ഡിസ്കവർ ചെയ്തൊരു സംഭവമാണോ അതോ കുറച്ച് കാലമായിട്ട് എന്റെ മൈൻഡിലുള്ള സംഭവം? അടുത്ത് വെച്ചാൽ ഒരു ഫ്യൂ ഇയേഴ്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഇത്രയും കാലം നീ ഇത് ഫോളോ ചെയ്യാതെ നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? അതിൽ നിന്ന് നിനക്കിപ്പോ വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ലൈഫില്? വെരി ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, വെരി ട്രൂ. കാരണം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്ലാനുകൾ ഇങ്ങനെ ഓണായി വരുന്ന സമയത്ത് നമ്മള് ചടപ്പം വർത്താനം പറയാൻ നിൽക്കില്ല. മനസ്സിലായോ? ചിലവരുണ്ട് ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോ ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ഇന്ന് വൈകുന്നേരം വന്നിട്ട് ഷാഹിൽ എന്ന് പറഞ്ഞ ചെങ്ങയുണ്ട്. മനസ്സിലായോ? ചെങ്ങ പറഞ്ഞു നാളെ ട്രിപ്പ് പോലെ നാളെ പോവാം. നാളെ ട്രിപ്പ് പോകണം, നാളെ നമ്മൾ ട്രിപ്പ് പോകണം, റൈഡ് പോകണം. മൂന്നാർ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നാർ പോവാത്ത സ്ഥലമായത് കൊണ്ടോ ഒന്നുമല്ല. പക്ഷെ അല്ല പറയാം. അപ്പൊ കാരണം അങ്ങോട്ട് പോകണം. നിനക്കെന്താ തോന്നുന്നു ഈ ഇച്ചിഗോയിച്ചി കുറെ കാലം ഉണ്ടാവും ലൈഫിൽ അതോ മങ്ങിപ്പോവോ? ഇച്ചിഗോയിച്ചി പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിലും ഉണ്ടല്ലോ, ഇച്ചിഗോയിച്ചി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൊമെന്റ് അതിന്റെ ഒരു പീക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ആലോചിക്കുക, നീ കുറച്ചു കാലം കഴിഞ്ഞ് കുടുംബം പ്രാരാബ്ദം കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇച്ചിഗോയിച്ചി നിനക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ മൊമെന്റിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരാതിരുന്നൂടെ? കാരണം നാളെ ചെയ്യാനുള്ള വേറൊരു കാര്യമാണോ? അതുകൊണ്ട് നിനക്ക് ഇന്ന് അങ്ങനല്ല, ആ ഉള്ള മൊമെന്റ് ബെസ്റ്റ് ആക്കി ചെയ്യാന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇച്ചിഗോയിച്ചി. അതായത് ഇപ്പൊ ഞാനിപ്പോ ഫാമിലിന്റെ കൂടെ ആയത് കാരണം എനിക്ക് വേറെ ഒന്നിനും പോകാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലിന്റെ കൂടുതൽ ടൈം സൂപ്പർ ആക്കി സ്പെൻഡ് ചെയ്യാം. എപ്പോഴും വർക്ക് ചെയ്യും ഈ സംഭവം. അതെ, എപ്പോഴും വർക്ക് ചെയ്യും. അതെ, ഇപ്പൊ അങ്ങനൊന്നല്ല. ഇത് ഈ ഒരു മൊമെന്റ് ഈ ഒരു സിറ്റുവേഷൻ ഇതിപ്പോ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു മൊമെന്റ് സൂപ്പർ ആയിട്ട് ചെയ്യാന്നുള്ളൂ. അപ്പൊ മോശം മൊമെന്റ്സ് ആണെങ്കിലോ? ദാറ്റ്സ് ഇറ്റ്. മോശം വളരെ മോശം മൊമെന്റ്സ് ഉണ്ട്. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലൂടെ കടന്നു പോകാൻ. ഈ മൊമെന്റ് ഒരിക്കലും ഉണ്ടാവില്ല. ഈ മൊമെന്റ് പഠിക്കാലോ. അതായത് അല്ല, ആ മൊമെന്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവുമല്ലോ. അതെ, അങ്ങനെയൊക്കെയാണ്. ഇച്ചിഗോയിച്ചി ഇച്ചിഗോയിച്ചി ഒരു ഇക്കിഗായി എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ഒരു മിനായ പോലെ കടന്നു പോകുന്ന ഒരു വാക്കാണ്. പക്ഷെ നമ്മൾ ചില സംഭവങ്ങളില് നമ്മളിങ്ങനെ കണ്ണിന് സ്ട്രൈക്ക് ചെയ്യലോ. അങ്ങനെ ഭയങ്കര റീഡർ ആണോ ചോദിച്ചാൽ ഞാൻ ചില സമയത്ത് തന്നെ ഫോഴ്സ് ചെയ്ത് കണ്ട് റീഡ് ചെയ്യാറുണ്ട്.
ഇങ്ങനെ ചില സമയത്ത് ഇൻട്രസ്റ്റിംഗ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ പഠിക്കണം എന്ന് വിചാരിച്ച് പഠിക്കില്ലേ, അങ്ങനെ സംഭവങ്ങൾ കുറച്ച് റീഡ് ചെയ്യാൻ വേണ്ടി റെഡി ചെയ്യാറുണ്ട്. ചില സംഭവങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അത് ഇൻട്രസ്റ്റോട് റീഡ് ചെയ്യും, പക്ഷെ റീഡ് ചെയ്യാറുണ്ട്. അതെ, ഇത്രയും കാലം വായിച്ച പുസ്തകങ്ങൾ എടുത്തു വിചാരിക്കും, അതില് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കൺസെപ്റ്റോ ഈ ചിവച്ചി അല്ലാതെ എന്തെങ്കിലും ഒരു പാസേജോ കൺസെപ്റ്റോ ഉണ്ടോ? സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതെ, അല്ലെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, ഇതെനിക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തോന്നിയ സാധനമാണ്. അതായത് വേറൊരു സംഭവമുണ്ട്, അതായത് ബുക്ക് തന്നെയാണോ കിട്ടിയത് എനിക്ക് ഓർമ്മയില്ല, ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു സാധനമാണ് എവറിത്തിങ് കൗണ്ട്സ് എന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് എനിക്കിപ്പോ ഒരു ഗോൾ ഉണ്ട്, എനിക്ക് എന്തെങ്കിലും കാണാനൊരു ഗോൾ ഉണ്ട്, അപ്പൊ നീ ചെയ്യുന്ന എന്തൊരു സംഭവമാണെങ്കിലും that matters. It is either making you closer towards the goal or it is moving away you from the goal. There is no neutrality. Moving away ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ മാറ്റർ ചെയ്യണം? അതായത് നിനക്ക് അതിനാണോ പറഞ്ഞത്? അതായത് നിനക്കിപ്പോ ഒരു ഗോൾ ഉണ്ട്, അതായത് നിനക്കിപ്പോ ഫോർ എക്സാമ്പിൾ നിനക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, അതാണ് നിന്റെ ഗോൾ വിചാരിക്കുക ഫോർ എക്സാമ്പിൾ. അപ്പൊ നീ ഇപ്പൊ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ സംഭവമല്ല, ഗോളിൽ നിന്ന് നിന്നെ ദൂരേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. എന്ത് കാര്യം ചെയ്താലും അത് ഏതെങ്കിലും ഡയറക്ഷനിലാണ്, വെറുതെ അപ്പൊ അത് നമ്മൾ ചൂസ് ചെയ്യാം. എന്ത് ചെയ്യുകയാണെങ്കിലും we have to choose or we have to think. ഇത് നീ വായിച്ചിട്ടുണ്ടാക്കിയ കൺസെപ്റ്റ് ആണോ മനസ്സിൽ ഉദിച്ചു വന്ന സംഭവം? അത് ചില സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഏത് ബുക്കിൽ നിന്നാണ് കിട്ടിയത്, എന്ത് വായിച്ചിട്ടാ കിട്ടിയതെന്ന് ഓർമ്മ വരില്ല, പക്ഷെ ചിലപ്പോ 2-3 കൺസെപ്റ്റുകൾ യോജിപ്പിച്ചിട്ട് കൊണ്ടുവരുന്ന സംഭവങ്ങളായിരിക്കാം. എന്താണെങ്കിലും സ്ട്രൈക്ക് ചെയ്തൊരു സംഭവമാണ്. അല്ല, ഇതെന്താ പറഞ്ഞത്, അതായത് എവരിത്തിങ് കൗണ്ട്സ്. അപ്പോ ഒരു ഗോൾ ഉണ്ടെങ്കിലല്ലേ ഇത് ഉണ്ടാവുള്ളൂ. മൾട്ടിപ്പിൾ ഗോൾസ് ആകുമ്പോ എങ്ങനെയാണത്? ഇപ്പൊ നിനക്കിപ്പോ മെയിൻ ആയിട്ട് ഒരു ഗോൾ ഉണ്ടാവുള്ളൂ, അങ്ങനെയുള്ള എന്തൊക്കെ ഗോൾ ഉണ്ടെങ്കിലും നിനക്ക് ഒരു 4-5 ഗോൾ ഉണ്ട് വിചാരിക്കേ, നീ ഒരു ചെയ്യുന്ന സാധനം 4 ഗോൾ എക്സാമ്പിൾ. ഗോൾ ബി, ഓക്കെ, ഈ ഗോൾ എ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ ഗോൾ എക്ക് നമ്മൾ പോസിറ്റീവായിട്ട് മൂവ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഗോൾ ബിനായിട്ട് റിലേറ്റീവ് പറയുമ്പോ അതെന്താ, ന്യൂട്രൽ ആയില്ലേ? മനസ്സിലായില്ല? അതായത് നമ്മള് ഫുഡ് വെച്ച് പറയുകയാണെങ്കില് നമ്മള് ബിരിയാണി ഉണ്ടാക്കുകയാണ്, ബിരിയാണി ഉണ്ടാക്കുന്ന നമ്മളെ ഗോള്. അപ്പൊ നമ്മള് ബിരിയാണി റൈസ് മേടിക്കണതും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണ, ചിക്കൻ മേടിക്കണതൊക്കെ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ നമുക്ക് രാത്രി ചപ്പാത്തിയും കറിയാണ് ഉണ്ടാക്കുന്നത്. അതാ അപ്പൊ രണ്ടാമത്തെ ഗോള് രാത്രി ചപ്പാത്തിയും കറി. അപ്പൊ നമ്മള് ചപ്പാത്തി മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ചപ്പാത്തി മേടിക്കാൻ വേണ്ടി പോണത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോണ ഗോളിന് എങ്ങനെയാണ് അത് റിലേറ്റീവ് ചെയ്യുന്നത്? പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ നീ നിന്റെ ഒരു 5 വർഷം മുമ്പത്തെ പാസ്റ്റ് സെൽഫിന് നീ എന്താ അഡ്വൈസ് കൊടുക്കാം? 5 വർഷം മുന്നത്തെ പാസ് ആയപ്പോഴാണ് ഞാൻ അങ്ങനത്തെ പറയും. അപ്പൊ ഇപ്പൊ നീ ഉള്ള അവസ്ഥ, നീ അത്രയും അടിപൊളിയാണ്, ഇത് ഇമ്പ്രൂവ് ചെയ്യാനൊന്നുമില്ല എന്നാണ് വിശ്വസിക്കുന്നത്? ഞാൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് മുന്നേ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ എപ്പോഴും ഡിസിഷൻ എടുക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള്
ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കും. അപ്പൊ ഞാൻ ഈ നിലയിൽ ഇപ്പൊ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ മുന്നേ ഓരോ പോയിന്റിലും എടുത്ത ഡിസിഷൻസ് കാരണമാണ്. ഓക്കെ, നീ പക്ഷെ ഇപ്പൊ നിനക്ക് ഫ്യൂച്ചറിൽ കുറെ ഇൻഫർമേഷൻ കിട്ടി. നിനക്ക് ഒറ്റൊരു കാര്യം പറയാൻ പറ്റുള്ളൂ. എന്റെ പാസ്റ്റ് സെൽഫിനടുത്ത് പോയിട്ട് ഒറ്റൊരു ഇൻഫർമേഷൻ നിനക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നീ എന്ത് ഇൻഫർമേഷൻ കൊടുക്കുക? ഇച്ചിഗോ ഇച്ചി എന്ന് പറയും ഞാൻ. ഇച്ചിഗോ ഇച്ചി എന്ന് പറയില്ലേ? രണ്ടു വാക്കുകൾ മാത്രം. അതെ, ഇച്ചിഗോ ഇച്ചി എന്ന് പറയും. നിന്റെ ഒരു ലോങ് ടേം ഗോൾ എന്താ? അങ്ങനെ ഗോൾസ് എന്നൊരു സംഭവം ഉണ്ടോ? അതോ വെറും ഇച്ചിഗോ ഇച്ചി വൈബ്സ് ആണോ? അങ്ങനെ സ്പെസിഫിക് ഗോൾസ് ഇല്ല. കുറെ സാധനങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക, അതിൽ നിന്ന് പാഷൻ കണ്ടെത്തുക, എന്നിട്ട് അത് ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന സംഭവമാണ്. ഇപ്പൊ കുറച്ച് സംഭവങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു കോഴ്സ് എൻറോൾ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുത്തിട്ടൊന്നുമില്ല, ബട്ട് അപ്ലൈ ചെയ്തു. PGCBM ഫ്രം XLRI. പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കേഷൻ ഇൻ ബിസിനസ് മാനേജ്മെന്റ്. ഓൺലൈനാണോ? ഓൺലൈനാണ്, 1 year ആണ്. along with കറണ്ട് ജോബാണ്. എടുത്തു കഴിഞ്ഞാ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ബിസിനസ് മേഖലയിലേക്കോ അല്ലെങ്കിൽ ഇപ്പൊ ടെക്കിന്ന് ഒരു ഷിഫ്റ്റ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ബാക്കി ഇൻട്രസ്റ്റുകളും ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇത് വാസ്റ്റ് മെജോറിറ്റി ഓഫ് സാധനങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്തു പോകുന്ന ഒരു സംഭവമാണ്. അതായത് മാർക്കറ്റിംഗ്സ് ഉണ്ടാവും, ഫൈനാൻസ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, അങ്ങനത്തെ എക്കണോമിക്സ്, ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഒരു ഓവർവ്യൂവും കാര്യങ്ങളും കിട്ടും. പിന്നെ നെറ്റ്വർക്ക് ഒന്ന് മെച്ചപ്പെടുത്താൻ പറ്റും. അതായത് പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പിയേഴ്സ് ആയിരിക്കും. ഓൺലൈൻ സെറ്റപ്പാണ്, ബാച്ച് ആയിട്ടാണ്, ഓൺലൈൻ ക്ലാസ് ആണ്. അതായത് റെക്കോർഡ് വീഡിയോസ് അല്ല, ലൈവ് ക്ലാസ്സുകളാണ്. ബാച്ച് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ക്യാമ്പസ് വിസിറ്റ് ഉണ്ടാവും 5 വട്ടം. ഇത് പക്ഷെ ഇതൊന്നും ഉറപ്പിച്ചിട്ടില്ല, ഐ മീൻ കിട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടോ വീട്ടിലുള്ളത് പിന്നെ കിട്ടാനൊക്കെ ക്രൈറ്റീരിയ നമ്മള് SOP കൊടുക്കും, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് കൊടുക്കും. അപ്പൊ അത് വെച്ചിട്ട് സോർട്ട് ഔട്ട് ചെയ്യും തോന്നുന്നു അവര്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസിൽ ഞാൻ കൊടുത്തത് എനിക്ക് ഇപ്പോ ടെക് എന്നല്ലാതെ വേറെ കുറച്ച് സംഭവങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ഒന്നത്. പിന്നെ ഇതിൽ പഠിക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും എന്റർപ്രണൽ സംഭവങ്ങൾ തുടങ്ങുകയാണ്, അതിലേക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും എന്നുള്ള സെറ്റപ്പ് ആയതുകൊണ്ട് അങ്ങനെ രീതിയിലാണ് ഫ്രെയിം ചെയ്തത്. അറിയില്ല എപ്പോഴാ വരാൻ, അതറിയില്ല. ഡിഗ്രി അല്ല, ഡിഗ്രി ഒരു പ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്ലേസ്മെന്റ് അസിസ്റ്റൻസും കാര്യങ്ങളും ഒരു നോർമൽ MBA പോലെ സെറ്റപ്പ് അല്ല, ഒരു ബേസിക്കലി ഒരു സർട്ടിഫിക്കേഷൻ പോലെയാണ്. MBA അല്ല, എന്ത് സർട്ടിഫിക്കറ്റ്? ഇതൊരു PG ആണോ? PG ആയിട്ട് കൗണ്ട് ചെയ്യോ? PG ആയിട്ട് കൗണ്ട് ചെയ്യുമോന്ന് അറിയില്ല. അതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കേഷൻ, അത്രേ പറയുന്നുള്ളൂ. PG കോഴ്സ് അല്ല, സർട്ടിഫിക്കേഷൻ. 1 year ഉണ്ട്. 1 year എക്സാം ഒക്കെ ഉണ്ട്. എക്സാം ഉണ്ടോന്ന് അറിയില്ല.
എക്സാം ഇല്ല. എക്സാം ചിലപ്പോ ഫൈനലിൽ എന്തെങ്കിലും എക്സാം ഒക്കെ ഉണ്ടാവും തോന്നുന്നു, അസസ്മെന്റ് എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടാണ്. പിന്നെ പഠിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഒപ്പമുണ്ട്. അതെ. കോഴ്സല്ല. ഈ കോഴ്സ് അല്ല, വൊക്കേഷനാണ്. നീ ശരിക്കും ഇത് പഠിക്കാനാണ് പോകുന്നത്? എനിക്കാണ് അവിടെ ഉള്ളത്. പഠിക്കാൻ തന്നെയാണോ നീ പോകുന്നത്? ഇവർക്കല്ല സംഭവം എന്തേലൊക്കെ, അതായത് ഇപ്പൊ വെറുതെ ഇപ്പൊ എനിക്ക് ടെക്ന്ന് വേറെ സംഭവത്തിൽ മാറി ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പൊ എനിക്കിപ്പോ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് സംഭവങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, അതില് കുറച്ച് സ്കിൽസ് അധികം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതിൽ കൂടുതൽ പെർസ്യൂ ചെയ്യാം. ടെക് അല്ലാതെ ട്രൈ ചെയ്യാനുള്ള അത് പോണത്. ഇപ്പൊ ഞാൻ ഫിറ്റ്നസ്സിൽ കുറച്ച് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് സംഭവങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ജിമ്മിൽ പോയി, ഇപ്പൊ കാലിസ്തെനിക്സ്, ബോക്സിംഗ്, ഒളിമ്പിക് ലിഫ്റ്റിംഗ്. ഇവിടെ ഒരു ബോക്സ് ബേൺ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, അവിടെ കാലിസ്തെനിക്സ്, ബോക്സിംഗ്, ഹൈറോക്സ്, ഒളിമ്പിക് ലിഫ്റ്റിംഗ്, ആനിമൽ ഫ്ലോ എല്ലാം പാടെ ചേർത്തുള്ള സെറ്റപ്പാണ്. അപ്പൊ അതെല്ലാം ഇപ്പൊ ഒരു 2 weeks ആവുന്നു. റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യും. പറയാ, അതായത് ഡിഫറൻസ് ആണ്. എനിക്ക് ചില സംഭവങ്ങൾ ക്ലിക്കായി, ചില സംഭവങ്ങൾ ക്ലിക്കായി. എനിക്ക് ആനിമൽ ഫ്ലോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ബാക്കി സംഭവങ്ങളൊക്കെ ഓക്കെ. ആനിമൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ കാക്ക ഇങ്ങനെ കാക്ക അങ്ങനത്തെ കുറച്ച് സാധനം, അതായത് ബോഡി വെച്ചിട്ട് ഓരോ മൂവ്മെന്റ്സ്, അതിന്റെ ഒരു ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ അത്ര പഠിച്ചിട്ടില്ല, ഞാൻ പോകാനുള്ള സമയത്ത് കാണിച്ചു തരാം. ഇത് വെച്ചാൽ എന്റെ ഈ അങ്ങനെയല്ല സംഭവം. ഞാനിപ്പോ ഇത് കാണിക്കുമ്പോ വളരെ ഷിറ്റ് ആയിട്ട് എനിക്ക് കാണിക്കുക. അപ്പൊ അത് വെച്ചിട്ട് എന്റെ പൊട്ടൻഷ്യൽ വ്യൂവേഴ്സ്, അതായത് ഇത് എടുക്കാൻ താല്പര്യമുള്ള വ്യൂവേഴ്സിനെ ഡിസ്കറേജ് ചെയ്യാൻ പാടില്ലല്ലോ. ഒരു സൂപ്പർ ആള് വന്നിട്ടാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ വരുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓ ഇതെന്ത് കിട്ടിയ സാധനമാണ് ആനിമൽ ഫ്ലോ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ വിലയിരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. സോ അതെ, അതെ 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 അതെ. പിന്നെ ചായപ്പൊടി അങ്ങനത്തെ ബിസിനസ്സുകളുടെ പരിപാടികളൊക്കെ എന്തായി? ചായപ്പൊടി അങ്ങനത്തെ ബിസിനസ് പരിപാടികൾ ചായപ്പൊടി മാറ്റി വെച്ചു. കാരണം അത് എന്റെ ഒരു കാഴ്ചപ്പാടിനോട് യോജിക്കുന്ന ഒരു സംഭവമല്ല. ഞാനിപ്പോ കുറച്ചൊരു ഒരു ഫിറ്റ്നസിലേക്ക് ഫോക്കസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോ ഈ ഷുഗർ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രീ ഡിറ്റർമൈൻഡ് എമൗണ്ട് ഓഫ് ഷുഗർ മിക്സ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് സെറ്റപ്പ് ആയിട്ടുള്ള സംഭവമല്ല. ബെവറേജ് അത് നോക്കുന്നുണ്ട്, സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. ട്രയൽസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ പാക്കേജിങ് കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് പ്രൊഡക്റ്റ് ഒന്ന് സെറ്റപ്പ് ഫ്ലേവർ നമ്മളിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഫൈനലൈസ് ചെയ്തിട്ടില്ല. പ്രൊഡക്റ്റ് അല്ലല്ല, ഇത് ജസ്റ്റ് ഒരു മെന്റൽ ഒരു സെറ്റപ്പിന് ഇച്ചിക്ക് വേണ്ടിട്ടാണ് പോണത്. അല്ല ഹെൽത്ത് ഫോക്കസ്ഡ് ആണോ അതോ? അപ്പൊ നിങ്ങൾ ഒട്ടില്ല? No added sugars. Added sugar, no added sugars. ഡ്രിങ്ക് ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും.
ഡ്രിങ്കിണ്ടല്ലേ? പിന്നെ വേറെ എന്തൊക്കെയാ അപ്കമിങ് ബിസിനസ് പ്രൊജക്ട്സ് ട്രൈ ഔട്ട് ചെയ്യുന്നതാണോ? ബിസിനസ് പ്രൊജക്ട്സ് നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾ ഒരുമിച്ച് തുടങ്ങിയിട്ടുള്ളതിനെക്കാട്ടിലും ഒന്ന് തുടങ്ങിയത് ഫെയിലാക്കുന്നു, അടുത്ത് തുടങ്ങുന്നു, അടുത്ത് ഫെയിലാക്കുന്നു, അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് നോക്കാൻ വിചാരിച്ചു. എന്തുകൊണ്ടാണ് ഓഞ്ചി ഇപ്പോഴും കൊച്ചി നിൽക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് വേറൊരു മൂവിന് ശ്രമിക്കുന്നില്ല? മൂവ് എടുത്തല്ലോ, അത് ശരി. PGCM ഒരു ഓഫ്ലൈൻ മൂവിന് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ മടിയാണോ അതോ എന്താണ് അതിന്റെ ഒരു കാരണം? മതിയല്ല, അത് ബേസിക്കലി കാരണമാണ് സ്റ്റക്ക് ആയി നിൽക്കുന്നത്. ഇപ്പൊ എനിക്ക് ഇവിടെ കുറച്ച് സൗഹൃദങ്ങളും കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോ ഈ ഒരു ഇട്ട് പോവും, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അവിടെ നിൽക്കുന്നത്. അതെ 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 അതെ. എന്തായാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ നമ്മൾ എന്തായാലും മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വരും. ആ സമയത്ത് മാറി ചിന്തിക്കാം. ഇപ്പൊ ഈ മൊമെന്റ്സ് എൻജോയ് ചെയ്യാം എന്നുള്ള ശ്രമം. മെയിൻലി ഏകദേശം എല്ലാവരും ഒന്ന് കെട്ടിത്തുടങ്ങുന്ന സമയമാണ് അതിന്റെ സമയം ഞാൻ മനസ്സിലാക്കുന്നത്. അത് കെട്ടാനുള്ള പ്രായമല്ലല്ലോ. ഒരു എപ്പോഴാണോ ഒരാൾ എല്ലാവരും കെട്ടിത്തുടങ്ങുമ്പോഴാണോ അതോ എല്ലാവരും കെട്ടിത്തുടങ്ങും? അല്ല, എല്ലാവരും കെട്ടിത്തുടങ്ങുമ്പോഴാണ്. അതായത് ഓരോരുത്തരും ഇങ്ങനെ കെട്ടിത്തുടങ്ങുമ്പോ അവര് അവരുടെ ഫാമിലി ആയിട്ടും അവരുടെ പേഴ്സണൽ ലൈഫും ആയിട്ട് കുറച്ച് എൻഗേജഡ് ആവും. പിന്നെ ബാക്കിയുള്ള പരിപാടികൾക്കൊന്നും അവൈലബിലിറ്റി വളരെ അങ്ങോട്ട് കുറയും. ഇപ്പൊ കൂട്ടുകാരും കെട്ടിയിട്ടില്ല, പക്ഷെ സൂണർ ഓർ ലേറ്റർ എല്ലാരും കെട്ടാനുള്ള ഒരു പോക്കിലേക്കാണ് സമൂഹത്തിന്റെ ഒരു പോക്ക്. അപ്പോ നല്ലൊരു സെഗ്വേ ആണ്. കൊച്ചിയിലെ ഡേറ്റിംഗ് ലൈഫ് എങ്ങനെയുണ്ട്? നിന്റെ ഡേറ്റിംഗ് ലൈഫ് എങ്ങനെയുണ്ട്? കൊച്ചിയിലെ ഡേറ്റിംഗ് ലൈഫ് കൊള്ളാം, പക്ഷെ എന്റെ ഡേറ്റിംഗ് ലൈഫ് ഞാൻ അങ്ങനെ ഓൺലൈനിൽ അങ്ങനെ വെളിപ്പെടുത്താറില്ല. ചെറിയൊരു ഡിഫൻസീവ്നെസ് ആണ് കാണുന്നത്. അങ്ങനല്ല, ഓൺലൈനിൽ വെളിപ്പെടുത്താറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊട്ടൻഷ്യലി വേറെ നല്ല ആൾക്കാർ വരാതിരിക്കാം. ഇപ്പൊ എനിക്ക് ഇല്ല വിചാരിക്കാം. പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതാണല്ലോ. അത് ഓൺലൈനിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ആണോ? എന്നാൽ അവർക്ക് വേണ്ടിട്ട് നമ്മൾ പിന്നെ ഓഫ്ലൈൻ ആയിട്ട് ഒരു സെഷൻ എടുത്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ നീ മറ്റേ സ്കാം കോൺട്രാക്ട്സ് നിർത്തിയോ? ആൾക്കാർ സ്കാം ചെയ്യാ ഒരു സ്ക്രീൻഷോട്ട് എടുക്ക്. സ്കാമിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സ്മാർട്ട് കോൺട്രാക്ട്സ് ഞങ്ങൾ എഴുതി തീർക്കും.
സ്മാർട്ട് കോൺട്രാക്ട്സ് ഉണ്ടാക്കുന്ന പരിപാടികൾ നിർത്തിയിട്ടില്ല. പക്ഷെ അതിന്റെ വരവുകൾ വളരെ കുറവാണ്. അപ്പൊ വരുന്ന സമയത്ത് ചെയ്യും. ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും കിട്ടും. 2 മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നീട് ചായ പിടിക്കാനുള്ള പൈസ കിട്ടും. അതായത് ചായ പിടിക്കാം. അങ്ങനെ ചായ പിടിക്കാനുള്ള പൈസ കിട്ടും. എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ അത്രേ ഉള്ളൂ. ചിലപ്പോ എനിക്ക് 3 നേരം 10 ദിവസം ചായ അങ്ങനെ ചായ പിടിക്കാനുള്ള പൈസ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. എത്ര പേർക്ക്? ഒരു ചായന്റെ പൈസ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അതായത് ഇപ്പൊ ഞാനിപ്പോ സാധാരണ ഞാൻ ചോറ് മാത്രം തിന്നുന്ന ഒരാളാണെങ്കിൽ ഈ ഇത് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ചായയും കൂടെ എക്സ്ട്രാ വാങ്ങാം. അങ്ങനെ 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 ഇത് കാരണം ചായ കുടിക്കലിനൊന്നുമല്ല, ചായ കുടിക്കാനുള്ള പൈസ കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അടുത്ത ഇത് ഞങ്ങള് പെട്ടെന്ന് വരുന്ന പ്ലാനുകളാണ്. അല്ലാതെ വിയറ്റ്നാം പ്ലാൻ ചെയ്യണം. വിയറ്റ്നാം പ്ലാൻ ചെയ്യണമെങ്കിൽ പ്ലാൻ ചെയ്യാം. ചേട്ടാ നമ്മളാണ് പോകുന്നത്, ഞാനല്ല. ഐശ്വരി നീ മൂടാ നമ്മളോ ഗായ്സിനായിട്ടല്ലേ പോണേ? അവരുടെ കൂടെയാണ് ഇപ്പൊ മാതേരാൻ വിട്ടത്. മാതേരാനും മഹാരാഷ്ട്ര വിട്ടു. അപ്പൊ ഇനിയിപ്പോ എല്ലാവരുടെ കയ്യിലും അത്ര ബഡ്ജറ്റും കാണത്തില്ല, ലീവും കാണത്തില്ല. എന്താണ് ഇപ്പൊ 4 ബുക്ക് വായിക്കുന്നുണ്ട്. 40 Rules of Love എന്ന് പറഞ്ഞ ബുക്ക് വായിക്കുന്നുണ്ട്. പിന്നെ 1000 Splendid Suns എന്ന് പറഞ്ഞ ബുക്ക് വായിക്കുന്നുണ്ട്. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറഞ്ഞ ബുക്ക് വായിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് റീഡിങ് അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. ബിക്കോസ് ഓഫ് ഞാനിപ്പോ ഓഫീസ് കഴിഞ്ഞ് എത്തുമ്പോ 9 മണിയാവും. പിന്നെ ഫുഡ് കഴിച്ച് വരുമ്പോ 10 മണിയാവും. വെറുതെ ഇരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എന്തെങ്കിലും ഒക്കെ ചെയ്യുമല്ലോ. വെറുതെ ഇരിക്കാൻ ഉദ്ദേശം എന്താ? അങ്ങനെ വെറുതെ ഇരിക്കലാണോ? അങ്ങനത്തെ സംഭവമില്ല. അറ്റ്ലീസ്റ്റ് റീൽസ് എങ്കിലും കാണും ഞാൻ. ആർക്കും വെറുതെ ഇരിക്കാൻ പറ്റുക? എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നമ്മുടെ ഒറ്റ സുഹൃത്ത് വെറുതെ ഇല്ലല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട. അറ്റ്ലീസ്റ്റ് റീൽസ് കാണും, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഹിഞ്ച് ഇങ്ങനെ തോണ്ടും. ചിന്തിക്കും. ചിന്തിക്കലോത്സവം വെറുതെ ഇരിക്കലല്ല. വെറുതെ ഇരുന്ന് ചിന്തിക്കൽ അത് വെറുതെ ഇരിക്കലല്ലോ. ചിന്തിക്കലുണ്ടോ? കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിന്തിക്കുന്നതും ഇങ്ങനെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ ടോയ്ലറ്റിൽ പോണ സമയത്ത് ചിന്തിക്കുന്നത് കൂട്ടോ. അവിടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടല്ലോ. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇരുന്ന് ചിന്തിക്കുക. അല്ലാതെ വെറുതെ ഇങ്ങനെ ചിന്തിക്കാറില്ല. ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആണ് ലൈഫിലെ.
ഒപ്റ്റിമൈസിന് സമയമില്ല. ഭയങ്കര തിരക്കാണ് അതിലെ. ഏറെക്കുറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഇങ്ങനെ ഉണ്ടാവും, അതുകൊണ്ട് ഹാപ്പനിങ് ആയതുകൊണ്ടാണ്. ഓക്കെ, എന്നാ നമുക്ക് ആദ്യത്തെ കഴിഞ്ഞ സെഷൻ ഇവിടെ നിർത്തിയാലോ? അതെ, നമ്മള് വളരെ നന്ദി യോജി പോഡ്കാസ്റ്റിലേക്ക് വന്ന്. പോഡ്കാസ്റ്റിലേക്ക് ഒരു മുഖവില കൂടാതെ കടന്നു കയറിയതിനും കടന്നു കയറിയതില്ല ക്ഷണം സ്വീകരിച്ചതിനും വ്യൂവേഴ്സിനോട് അവസാനമായ എന്തെങ്കിലും വാക്കുകൾ, 2 വാക്കുകൾ പറയാനുണ്ടോ? ഇച്ചിഗോ ഇച്ചി. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ. Bye guys. ഗുഡ് നൈറ്റ്.